നമസ്കാരം. റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ എഡിറ്റോറിയൽ ഭാരവാഹിയും അവതാരകനുമായ അരുൺ കുമാർ യൂത്ത് കോൺഗ്രസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ആക്ഷേപം. യൂത്ത് കോൺഗ്രസിനെ ഊത്ത് കോൺഗ്രസ് എന്ന് അരുൺകുമാർ അധിക്ഷേപിച്ചെന്നും മറ്റ് എഡിറ്റോറിയൽ ടീമംഗങ്ങളായ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും ചേർന്ന് അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ വിലക്കിയെന്നുമാണ് ആരോപണം. അതേസമയം മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംഘടനയെ അപകീർത്തിപ്പെടുത്തും വിധം പറഞ്ഞതായി ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്നും തെറ്റിദ്ധാരണയുണ്ടാകും വിധം വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണെന്നും അരുൺകുമാർ പോസ്റ്റിലൂടെ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ യൂത്ത് കോൺഗ്രസിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ അശ്ലീല പ്രയോഗത്തോടെ അരുൺകുമാറിന്റെ ഉള്ളിലെ അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുടെ വിഷം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: താങ്കൾ ആ അശ്ലീല പദം ഉപയോഗിച്ചപ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് താങ്കളുടെ തിരുത്തുന്ന സഹപ്രവർത്തകരെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ട് മതി ഞങ്ങളെ ബോധ്യപ്പെടുത്താനെന്നും രാഹുൽ പറഞ്ഞു. അരുൺകുമാറിന്റെ പോസ്റ്റ് ഇതാ ഇങ്ങനെയായിരുന്നു: മീറ്റ് എഡിറ്റേഴ്സിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംഘടനയെ അപകീർത്തിപ്പെടുത്തും വിധം പറഞ്ഞതായി ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട്. ആ ചർച്ച മുഴുവനായും താഴെ കമന്റ് ബോക്സിൽ ലിങ്കിൽ കാണാം. ചില നിലപാടുകളോട് വിയോജിക്കുമ്പോഴും ആ സംഘടനയെയോ മറ്റ് യുവജന സംഘടനകളെയോ ആക്ഷേപിക്കുക ഞങ്ങളുടെ നയമല്ല. തെറ്റിദ്ധാരണയുണ്ടാകും വിധം വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അരുൺകുമാർ, താങ്കളിൽ നിന്നോ താങ്കളുടെ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിൽ നിന്നോ മാന്യമായതും നിഷ്പക്ഷമായതുമായ മാധ്യമ പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളുടെയോ നിങ്ങളുടെ ചാനലിന്റെയോ താരാട്ടോ തലോടലോ പ്രതീക്ഷിച്ചല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. താങ്കൾ യൂത്ത് കോൺഗ്രസിനെതിരെ ഇന്നലെ നടത്തിയ അശ്ലീല പ്രയോഗത്തോടെ താങ്കളുടെ ഉള്ളിലെ അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുടെ വിഷം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം താങ്കളോടൊക്കെ പ്രതികരിക്കേണ്ട എന്ത് കാര്യമെന്ന ചിന്ത ശക്തമായി തന്നെയുണ്ട്. പക്ഷേ പല സഹപ്രവർത്തകരും വിളിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് എഴുതുന്നത്. താങ്കളുടെയോ താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെയോ ഭാഗത്തു നിന്നും കോൺഗ്രസിനും രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കന്മാർക്കും നേരെയുള്ള പരിഹാസവും ആക്ഷേപവും ഇത് ആദ്യമായിട്ടുമല്ല അവസാനമായിട്ടുമല്ല. നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞ അശ്ലീലം, ഇടത് യുവജന പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞാൽ ഉണ്ടാകുന്ന അക്രമോത്സുകമായ പ്രതിഷേധം റിപ്പോർട്ടിനെതിരെ നടത്താൻ യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. അത് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല. കാര്യം നിങ്ങൾ ചെയ്യുന്നത് വേറെയാണെങ്കിലും പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നാണല്ലോ. മാധ്യമ പ്രവർത്തനത്തോട് കോൺഗ്രസിന് ഇന്നും ബഹുമാനം തന്നെയാണ്. പിന്നെ ഇന്ന് നൽകിയ വിശദീകരണത്തിൽ താങ്കൾ പറഞ്ഞല്ലോ ആരോ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന്. താങ്കൾ ആ അശ്ലീല പദം ഉപയോഗിച്ചപ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് താങ്കളെ തിരുത്തുന്ന താങ്കളുടെ തന്നെ സഹപ്രവർത്തകരെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ട് മതി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ. പിന്നെ യൂത്ത് കോൺഗ്രസ് ഓരോ വിഷയത്തിലും എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിൽ താങ്കളുടെ ക്ലാസ്സിലിരിക്കാൻ സൗകര്യമില്ല. ചാനൽ മാറുന്നതിനൊപ്പം നിലപാട് മാറുന്ന താങ്കളുടെയൊക്കെ നിലപാടിൻ്റെ ട്യൂഷൻ വേറെ ആർക്കെങ്കിലും കൊടുക്കുക. താങ്കളൊക്കെ തിരുത്തണമെന്ന് പറയില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ട് 4 മാസം ആവുന്ന ഇടത്താണ് മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ വരുന്നത്. എന്തായാലും റിപ്പോർട്ടർ TV കോൺഗ്രസ് പാർട്ടിക്കെതിരെ തുടർച്ചയായി വ്യാജവാർത്ത നൽകിയതിൽ എതിർത്താണ് ജനുവരിയിൽ ഔദ്യോഗികമായി ബഹിഷ്കരണത്തിലേക്ക് നീങ്ങിയത്. ചാനൽ കോൺഗ്രസിനെതിരെ ഉപതെരഞ്ഞെടുപ്പുകളുടെ തുടക്കം മുതൽ വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും ഇതിന്റെ തുടർച്ചയായി തന്നെ വീണ്ടും അരുൺകുമാറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷമായി രംഗത്ത് വന്നിരിക്കുകയാണ്.